അങ്ങനെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ട്രേഡിൽ ന്യൂ പോലീസ് ട്രെയിനിങ് കാര്യങ്ങൾ തന്നെ ആഡാക്കിയത്. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കി എന്നൊക്കെ ഞാൻ വീഡിയോ കൂടെ പറഞ്ഞു തരാം. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടാൽ മാത്രം മനസ്സിലാവും. അപ്പൊ അടിപൊളി പോലീസ് ട്രെയിനിങ് കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പൊ പണിക്ക് വന്നിട്ടുള്ളപ്പോ ഒരു 5 മിനിറ്റ് ആയിട്ടുള്ളപ്പോ നമ്മൾ പണി തുടങ്ങി കൂടെ കിട്ടുള്ളൂ. അപ്പൊ കമ്പിയൊക്കെ ഇട്ട് സെറ്റപ്പ് ആക്കിങ്ങനെ അപ്പൊ നമ്മൾ മൊബൈലിക്ക് കോളും കാര്യത്തിനും ചെയ്ത് നോക്കുമ്പോ ആരെന്നൊന്നും അറിയില്ല. അപ്പൊ നമുക്ക് നേരെ ഫോൺ പോലീസാണ്. ഹലോ സാർ എന്താണ്? അത്യാവശ്യം റെയിൽവേ സ്റ്റേഷൻ കാര്യത്തിന് പെട്ടെന്ന് വേണം നമ്മൾ പോലീസുകാരെല്ലാരും അവിടുത്തെ. ആ സാർ ഞാൻ പെട്ടെന്ന് വരാം. എന്താണ് അത്യാവശ്യം? പെട്ടെന്ന് വന്ന് അവിടുന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ സാർ എന്നാ പിന്നെ അവിടെ തിരി പറഞ്ഞു തരാം. നമുക്ക് പോലീസുകാരും കാര്യത്തിന് വിളിച്ചാണ്. എന്താണെന്നും നമുക്ക് യാതൊരു ഐഡിയ. നമ്മള് പണി എടുത്തുകൊണ്ടിരിക്കും. 5 മിനിറ്റും കൂടെ ആയിട്ടുള്ള പണിക്ക് വന്നിട്ട്. അപ്പൊ ഇന്നത്തെ പണിയൊക്കെ ഒന്ന് ക്യാൻസൽ ചെയ്യിക്കണം. അപ്പൊ എന്തായാലും നമുക്ക് നേരെ താഴത്തുകാരിന്റെ വണ്ടി എടുത്ത് പോവാം. അത് നമുക്ക് നേരെ ഡ്രൈവർ സ്റ്റേഷൻ കാര്യത്തിന് വരാൻ പറഞ്ഞു. അപ്പൊ എന്താ യാതൊരു ഐഡിയ കാര്യമില്ല. പെട്ടെന്ന് വരാനാ പറഞ്ഞ പോലീസ് കാർഡ്സ് ഒക്കെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് യാതൊരു പുറത്തും കാര്യത്തില്ല. നമുക്ക് എന്തിനാ വിളിപ്പിച്ചൊന്നും യാതൊരു ഐഡിയ കാര്യമില്ല. അപ്പൊ നമുക്ക് നേരെ സ്റ്റേഷൻ കാര്യത്തിന് കത്തിച്ച് വിടാം. അപ്പൊ എന്തായാലും പറപ്പിച്ച് പുതിയ വണ്ടിയിൽ പോകുന്നുണ്ട്. അപ്പൊ ഡ്രൈവർ സ്റ്റേഷനിലും കാര്യത്തിന് എത്താനെങ്കിൽ കുറച്ചുകൂടെ ഡ്രൈവർ സ്റ്റേഷനിലും കാര്യത്തിന് എത്തിക്കണേ. അതുപോലെ ഡ്രൈവർ സ്റ്റേഷൻ കാര്യത്തിൽ പോലീസ് കാർഡ്സും കാര്യത്തിനുണ്ട്. അപ്പൊ എന്താണെന്നല്ല ട്രെയിനെ തടഞ്ഞു നിൽക്കുന്ന പോലീസ് കാർഡ്സും കാര്യത്തിന് കുറെ പോലീസ് കാർഡ്സും കാര്യത്തിനുണ്ട്. അപ്പൊ എന്താണെന്ന് യാതൊരു ഐഡിയ. നമ്മളെ വിളിപ്പിച്ചത് ഇതിൽ ആരോ ഒരാളാണ്. നമ്മൾ മുന്നിൽ എത്തുന്ന ഫ്ലാങ്കിൽ കണ്ടിട്ട് അപ്പൊ അതെ കുറെ പോലീസ് കാർഡ്സും കാര്യത്തിനും ഇവിടെ നിൽക്കുന്നുണ്ട്. അത്യാവശ്യമായിട്ട് നമ്മളോട് ചെല്ലാൻ പറഞ്ഞ ഇതിനാ തോന്നുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഈ സാറിനോട് സംസാരിച്ചൊക്കെ എന്താ യാതൊരു ഐഡിയും കാര്യത്തിൽ നമുക്ക് നേരെ എടുത്തുകൊണ്ട് സാറിനോട് സംസാരിച്ചൊക്കെ എന്താ വിളിപ്പിച്ച് യാതൊരു ഐഡിയ ഇല്ല. അപ്പൊ നമുക്ക് നേരെ സാറിനോട് തന്നെ ചോദിച്ചോക്കാം. സാറാണ് വിളിപ്പിച്ചപ്പോൾ ചോദിച്ചോക്കാം. എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് എന്തെങ്കിലും ചോദിച്ചോക്കാം. അല്ല സാറാ പിന്നെ എന്തിനാ വിളിപ്പിച്ചത്? അത്യാവശ്യം ഞാൻ പണി എടുത്തു കൊടുക്കുക. പിന്നെ എന്തിനാണ് കഷ്ടപ്പെട്ട് വിളിച്ചത്? പണിക്ക് പോയത് പണി ഫുള്ളും കൂടെ ആയിട്ടില്ലെന്ന് ജോലിന് പോയി. തന്നെ വിളിപ്പിച്ച എന്താ വെച്ചാൽ ഇന്ന് ഇവിടെ പോലീസ് ട്രെയിൻ ആക്കാൻ വേണ്ടിട്ട് തന്നെ കൂടെ കയ്യിൽ പോലീസ് ട്രെയിൻ ആക്കുന്നത്. താൻ വിചാരിച്ചാൽ സിറ്റിയിൽ എന്ത് നടക്കുള്ളൂ. നമുക്ക് നമ്മളെ പോലീസുകാരുണ്ടായിട്ടൊന്നും യാതൊരു കാര്യം. താൻ എന്ത് വിചാരിക്കണം അതാണ് സിറ്റിയിൽ നടക്കുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് ഫ്രാങ്കിലെ വിളിച്ച്. ഈ ഫ്രാങ്കിലെ വിചാരിച്ച ഈ ട്രെയിൻ കാര്യത്തിന് പോലീസ് ട്രെയിൻ ആക്കാൻ പറ്റില്ല. നമുക്ക് അത്യാവശ്യം ഒരു പോലീസ് ട്രെയിൻ കാര്യത്തിന് വേണം. എന്ത് വില കൊടുത്തു നമുക്ക് ഈ പോലീസ് ട്രെയിൻ ആക്കണം. അപ്പൊ ഇത് തടഞ്ഞിട്ടിക്കണേ പോലീസ് ട്രെയിൻ ആക്കാൻ വേണ്ടിട്ട്. ആ സാർ അപ്പൊ ഞാൻ നോക്കട്ടെ പറ്റുമെന്നൊന്നും യാതൊരു ഐഡിയ ഇല്ല. പ്ലാനും കാര്യത്തിനും വേണ്ടി കുറച്ച് പ്ലാൻ ചെയ്തൊന്നും നടക്കൂല. പ്ലാൻ തന്നെ വർക്കൗട്ട് ആയാന്നും യാതൊരു ഐഡിയും കാര്യത്തില്ല. അപ്പൊ നമുക്ക് നോക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. നമ്മളോട് പറഞ്ഞ ഈ ട്രെയിനും കാര്യത്തിന് പോലീസ് ട്രെയിനും കാര്യത്തിന് ആക്കണം എന്ന് പറഞ്ഞപ്പോ ഈ ട്രെയിനൊക്കെ തടഞ്ഞിട്ടിക്കണം. പോലീസ് കാർഡ്സും കാര്യത്തിന് തടഞ്ഞിട്ടിക്കണം. അപ്പൊ എന്തായാലും നമുക്ക് വില കൊടുത്ത് എത്ര പൈസ പൊട്ടിച്ചാലും കുഴപ്പമില്ലാതാണ് പോലീസുകാരും കാര്യത്തിന് നമ്മളോട് പറഞ്ഞു. അപ്പൊ എന്തായാലും നമുക്കിത് പോലീസ് ട്രെയിനും കാര്യത്തിനാക്കാം. അപ്പൊ സാധാ ട്രെയിനും കാര്യത്തിന് അപ്പൊ ഇത് പോലീസ് ട്രെയിൻ ആക്കി അടിപൊളി പോലീസ് ട്രെയിനും കാര്യത്തിന് ആക്കാം. അപ്പൊ നമുക്ക് നേരെ ഐക്ക് കിടക്കുന്നത് കുറെ പണിയും കാര്യത്തിന് ഉണ്ടാവുന്നത് പോലീസ് ട്രെയിനും കാര്യത്തിന്. അപ്പൊ നമുക്ക് നേരെ തിരിച്ച് കാറിൽ പോകാം. അപ്പൊ നമുക്ക് ഒരു മെസ്സേജും കാര്യത്തിന് ഫോൺ നോക്കാം. പക്ഷെ ഇപ്പൊ ഇതെന്താണ് നമുക്ക് വീഡിയോ കാര്യത്തിലാണ്. അപ്പൊ ഏതൊരു കഴിച്ച ഈ ബിൽഡിങ്ങിന് മുകളിൽ ഇപ്പൊ ടയറും കാര്യത്തിന് തോന്നുന്നുണ്ട്. അപ്പൊ പോലീസ് ട്രെയിനും കാര്യത്തിന് വെക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് പോയേക്കാം. അപ്പൊ കുറെ ടയറും കാര്യത്തിന് എത്ര ഈ വീഡിയോയിൽ കാണും. നമുക്ക് നേരെ പോയിട്ട് തന്നെ നോക്കാം പറ്റുമെന്നൊന്നും അറിയില്ല. നമുക്ക് ഏകദേശം അങ്ങോട്ട് പോയേക്കാം. നമുക്ക് വീഡിയോ കാര്യത്തിന് കിട്ടിയതാണ്. അപ്പൊ എന്തായാലും മൊബൈൽ ഫോൺ ബാക്ക് അടിച്ചാൽ നമുക്ക് നേരെ കാറിൽ കയറേണ്ട ആ സ്ഥലത്തേക്ക്. അപ്പൊ നമുക്ക് ഏകദേശം സ്ഥലം കാര്യത്തിന് അറിയാം. നമ്മളെ പണി സ്ഥലത്തിന്റെ അവിടെ ആയിട്ടാണ് സ്ഥലം കാര്യത്തിന് വരുന്നത്. അപ്പൊ അവിടുന്ന് വരുമ്പോൾ ഇങ്ങനത്തെ ബിൽഡിംഗ് കാര്യമൊന്നും കണ്ടില്ല. അപ്പൊ ആ ടയർ ട്രെയിന് വെച്ചാൽ മോൺസ്റ്റർ ട്രെയിനും കാര്യത്തിന്. അപ്പൊ പോലീസ് ട്രെയിൻ അടിപൊളി ട്രെയിനും കാര്യത്തിനാവും. അപ്പൊ എന്തായാലും നമുക്ക് നേരെ കണ്ട് പോയ ടയറും കാര്യത്തിനെടുക്കാം. അപ്പൊ ടയറും കാര്യത്തിന് ഇതാ വരുന്നത്. അപ്പൊ നമുക്ക് 8 ടയറും കാര്യത്തിനുണ്ട്. അപ്പൊ ഈ ടയർ ട്രെയിന് പറ്റുന്ന യാതൊരു അടിയും കാര്യമൊന്നുമില്ല. അപ്പൊ നമുക്ക് വെച്ച് നോക്കാം. അപ്പൊ പോലീസ് ട്രെയിൻ അടിപൊളിയാക്കണം. മോൺസ്റ്റർ ട്രെയിനും കാര്യത്തിന് അവിടേക്കണം. അപ്പൊ എന്തായാലും ഈ ടയർ ഞാൻ ബുക്ക് ചെയ്തത്. അപ്പൊ നമുക്ക് നേരെ ഈ വണ്ടിയിൽ വെക്കാൻ പറ്റുന്ന ഒരു വണ്ടിയിൽ കൊടുത്ത് തരാന്ന് പറയാം. അപ്പൊ എന്തായാലും നമുക്ക് ഡ്രൈവർ സ്റ്റേഷനും കാര്യത്തിന് പോവാം. അപ്പൊ ഒരു പോലീസുകാർ വെച്ചോളൂ എന്നൊക്കെ പറയാം. അപ്പൊ എന്തായാലും നമുക്ക് പോയൊക്കെ വെച്ചിട്ട് എങ്ങനെയുണ്ട് അടിപൊളി അല്ലെങ്കിൽ നമുക്ക് ഊരി മാറ്റിയിട്ട് എന്നിട്ട് നോക്കാം. അപ്പൊ എന്തായാലും നമുക്ക് നേരെ അവർക്ക് പോവാം. എന്തായാലും പോലീസുകാരും കാര്യത്തിന് ടയറും കാര്യത്തിന് വെച്ച് സെറ്റപ്പ് ചെയ്യണം. അപ്പൊ എന്തായാലും ഇപ്പൊ തന്നെ അടിപൊളി ട്രെയിനും കാര്യത്തിന് അയക്കുന്നത്. പോലീസിന് പറ്റിയ ട്രെയിനും കാര്യത്തിന് അയക്കുന്നത് അടിപൊളി. നമുക്ക് ഇത് റോട്ട് ബോർഡൊക്കെ ഓടിച്ചാൻ പറ്റുന്നേക്കാരം. അപ്പൊ ടയറും കാര്യത്തിന് വെച്ചപ്പോ അപ്പൊ പോലീസുകാരൊക്കെ എന്തെങ്കിലും വർക്ക് ചെയ്തുകൊടുക്കുക. ഈ ഭാഗത്തൊക്കെ കുറെ വെച്ചിരുന്നു. പിന്നെ ഇങ്ങനെ ക്ലീനിങ് ഒക്കെ നടന്നു കൊടുക്കുക. ടയറൊക്കെ നല്ല പൊടിയും കാര്യത്തിനുണ്ട്. ക്ലീൻ ചെയ്ത് അടിപൊളിയാക്കാൻ. അപ്പൊ ആ ഭാഗത്തൊക്കെ നമ്മൾ ടയറൊക്കെ വെച്ച് സെറ്റപ്പ് ചെയ്യുന്നത്. അപ്പൊ എല്ലായിടത്തും നമ്മൾ പോലീസുകാരൊക്കെ വർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇതാണ് നമ്മൾ ട്രെയിനും കാര്യത്തിന്റെ വരുന്നത്. അപ്പൊ നമ്മളെ ഈ ടയർ വെച്ചപ്പോ ട്രെയിനൊക്കെ മാറി മോൺസ്റ്റർ ട്രെയിനും കാര്യത്തിന്. അപ്പൊ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ തന്നെ ട്രെയിൻ അടിപൊളി. അപ്പൊ പോലീസ് ട്രെയിൻ ആക്കി എങ്ങനെയുണ്ട് നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. അപ്പൊ നമുക്ക് നേരെ ആക്കി നോക്കാം. യാതൊരു ഐഡിയ നമ്മൾ തിരിച്ചപ്പോ മെസ്സേജും കാര്യത്തിന് വന്നപ്പോ നോക്കിയപ്പോ കഴിച്ച അപ്പൊ ഇത് ഹൗസിന്റെ ഉള്ളിൽ എന്താണെന്ന് യാതൊരു ഐഡിയ. നമുക്ക് വീഡിയോ കിട്ടിയത്. അപ്പൊ നോക്കിയത് കാറിന്റെ പാർക്ക് ചെയ്ത് കഴിച്ച അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഫ്രെയിൻ. അപ്പൊ നമ്മളെ ട്രെയിൻ എന്തായാലും ഫ്രെയിൻറ്റും കാര്യത്തിന് അടിച്ചത്. അപ്പൊ എന്തായാലും പോലീസ് ട്രെയിൻ അല്ല പോലീസിന്റെ കളറും കാര്യത്തിന്. നമുക്ക് നേരെ പോയി വെക്കാം ആ സ്ഥലത്തും കാര്യത്തിന്. ഫോൺ ബാക്ക് അടിച്ച് നമുക്ക് ആ സ്ഥലത്ത് നമ്മളെ മുന്നിൽ തന്നെയാണ് പണി. അവിടെ നടക്കുന്ന പണിയാണ്. അപ്പൊ എന്തായാലും അവിടെ ഒരു ഹൗസും കാര്യത്തിന് വില്ലേജ് സ്ഥലമാണ്. വില്ലേജിലെ ഒരു പാർക്കിംഗ് സൗകര്യത്തിന്റെ ഉള്ളിലാണ് നമുക്ക് ഫെയിനും കാര്യത്തിനല്ല. അപ്പൊ എന്തായാലും നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. അപ്പൊ വീഡിയോ കിട്ടിയ അപ്പൊ
അതേപോലെ തന്നെയാണ് വില്ലേജും കാര്യത്തിന് വരുന്ന വില്ലേജ്. അപ്പൊ പോയൊക്കെ ആ സ്ഥലത്തും കാര്യത്തിൽ അപ്പൊ ഇതിന്റെ ഉള്ളിലായിട്ട് പറഞ്ഞപ്പോ അതിന്റെ വണ്ടി വരെ നിർത്തിയാണ് അതിന്റെ ഉള്ളിൽ കയറി നോക്കാം നമുക്ക് ഫെയിന്റിന്റെ അവിടുന്ന് മേങ്ങ. അപ്പൊ പോലീസ് സ്റ്റേഷനിൽ ഒരു കളറും കാര്യത്തിൽ നമുക്ക് അടിച്ചാൻ പറ്റുന്നെങ്കിൽ അപ്പൊ നമുക്ക് യാതൊരു ഐഡിയ ഇല്ല കളർ കിട്ടുമെന്ന് ഏതൊക്കെ കളർ ഉണ്ട് നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. അപ്പൊ എന്തായാലും ഉള്ളിൽ കയറി വെക്കാം. അപ്പൊ ഇത് തന്നെ നമുക്ക് വീഡിയോ കണ്ട മാതിരി തന്നെയാണോ കയറി നോക്കുക. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് ഫെയിന്റും കാര്യത്തിന് കിട്ടിയപ്പോൾ 3 ഫെയിന്റും കാര്യത്തിന് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് സംസാരിച്ചൊക്കെ യാതൊരു ഐഡിയും കാര്യത്തില്ല. എന്തായാലും ബ്രഷും കാര്യത്തിന് അതിന്റെ അടുത്തപ്പോ മേങ്ങേ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് അത്യാവശ്യം കളർ ഫെയിന്റ് ആണ് തന്റെ ഫെയിന്റ് മേങ്ങാൻ വേണ്ടിട്ട് ഞാൻ വന്നത്. ഞാൻ നല്ല വൃത്തിയുള്ള ഫെയിന്റ് ഞങ്ങൾക്ക് വൈറ്റും ബ്ലാക്കും പെട്ടെന്ന് എത്തിച്ചേരാം അത്യാവശ്യം. നമ്മൾ ഇവിടുന്ന് കാര്യത്തിന് ഇറങ്ങി പെട്ടെന്ന് എത്തിച്ചേരാന്നൊക്കെ പറയുമ്പോൾ ഡ്രൈവർ സ്റ്റേഷൻ കാര്യത്തിന് പോകാന്നിട്ട് അവിടുന്ന് ഫെയിന്റ് കൊടുത്തിട്ട് എങ്ങനെ യാതൊരു ഐഡിയ ഇല്ല. പോലീസ് ട്രെയിൻ ആകുമ്പോൾ എന്തായാലും ഫെയിന്റ് കാര്യത്തിന് കൊടുത്താൽ മാത്രം എല്ലാവരും പോലീസ് ട്രെയിനും കാര്യത്തിന് മനസ്സിലാക്കല്ലേ സാധാ ട്രെയിനും കാര്യത്തിന്. അങ്ങനെ അത്യാവശ്യം നമുക്ക് ഫെയിന്റും കാര്യത്തിനും ആ ഫെയിന്റും കിട്ടി. അപ്പൊ ഫെയിന്റ് അടിച്ചാൽ നമുക്ക് ട്രെയിനും കാര്യത്തിന് എങ്ങനെ ഉണ്ടാവും യാതൊരു ഐഡിയും കാര്യത്തില്ല. അതായത് ഡ്രൈവർ സ്റ്റേഷനിലെത്തി ഫെയിന്റ് കാര്യം കൊടുത്തിട്ട് അപ്പൊ അടിപൊളി ട്രെയിനും കാര്യത്തില്ല. നമുക്ക് ടയറിൽ ലോട്ടും കൊടുത്ത് വൈറ്റ് നമ്മൾ പോലീസ് ബ്ലാക്ക് ഔട്ട് എല്ലാത്തും കൊടുത്തു. അപ്പൊ അടിപൊളി നമുക്ക് എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ട ട്രെയിനിങ് കാര്യത്തിന്. അത് ഞാൻ ഡീറ്റെയിൽ പറഞ്ഞതാണ്. നമുക്ക് പോലീസ് എന്നൊക്കെ വൈറ്റ് ഫെയിന്റ് ഉണ്ട്, പിന്നെ ബാക്കിയൊക്കെ ബ്ലാക്ക് ഫെയിന്റ് ഉണ്ട് അടിച്ചു കൊടുത്തപ്പോ വൈറ്റ് നമുക്ക് നേരെ ഉദിച്ച് നിൽക്കണം. അതുകൊണ്ട് ബ്ലാക്ക് ഫുള്ള് കൊടുത്ത് വൈറ്റ് കൊണ്ട് പോലീസ് എഴുതിക്കുന്നത്. അപ്പൊ എന്തായാലും അടിപൊളി ട്രെയിനിങ് കാര്യത്തിന് അയക്കണം. അപ്പൊ എന്തായാലും അങ്ങേ അറ്റത്തേക്ക് അതേപോലെ സൈഡിലും അതേപോലെ തന്നെ മുന്നിലും പോലീസിന് ഇതിന് അതേപോലെ സൈഡിലൊക്കെ ടയറൊക്കെ നോക്കുക അടിപൊളി കാര്യത്തിനാണ്. അപ്പൊ എന്തായാലും അങ്ങേ അറ്റ വ്യൂവും കാര്യത്തിന് അടിപൊളി. പിന്നെ പോലീസ് ട്രെയിനും കാര്യത്തിന് നമ്മൾ അടിച്ചിട്ടുണ്ട്. അത് വൈറ്റ് കളറാണ് അടിച്ചത്, ബ്ലാക്ക് കളർ ബാക്കിലും കൊടുത്തത്. അപ്പൊ ബ്ലാക്ക് കളറിൽ വൈറ്റ് കളർ ആകുമ്പോൾ ഉദിച്ചു നിൽക്കും, അതുകൊണ്ട് മാത്രം നമ്മൾ കൊടുത്തത്. അതേപോലെ ബോഡിയിലും കാര്യത്തിന് എല്ലായിടത്തും നമ്മൾ മാക്സിമം കൊടുക്കാനുള്ളതൊക്കെ നമുക്ക് കൊടുത്ത് സെറ്റപ്പ് ആക്കി ചെയ്തിന്. അപ്പൊ പോലീസ് ട്രെയിൻ അടിപൊളിയാക്കിയിരിക്കണേ. അത് നമുക്ക് ഇതിന്റെ ഒച്ച കേൾക്കാനുള്ള ഒരു സാധനം. അപ്പൊ നമുക്ക് ഫോണിൽ മെസ്സേജ്. അപ്പൊ ഈ ബിൽഡിങ്ങിന് മുകളിൽ കാര്യം നമ്മൾ വിചാരിച്ചൊക്കെ നമ്മൾ ഫോണിക്ക് വരുന്നത് യാതൊരു ഐഡിയും കഴിയില്ല. അപ്പൊ നമുക്ക് ആ സ്ഥലത്ത് പോയി ഇത് നമ്മൾ ഒച്ചുള്ള സാധനമാണ് പോലീസിന്റെ. അപ്പൊ എന്തായാലും നമുക്ക് ആ സ്ഥലത്ത് പോയി എടുത്തു. അപ്പൊ ഇത് എടുക്കണം മുന്നേ നമുക്ക് ചലഞ്ച് കാര്യത്തിൽ ചെയ്യും. ചലഞ്ച് ജയിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ചലഞ്ച് ജയിച്ചിട്ട് ആ സ്ഥലത്ത് പോയിട്ട് ആ സ്ഥലത്ത് നിന്ന് എടുക്കണം, എന്നാൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ യാതൊരു ഐഡിയും കഴിയില്ല. നമുക്ക് നേരെ ചലഞ്ചിക്ക് നേരെ പോകേണ്ടി വരും. അപ്പൊ ചലഞ്ചിൽ കാറൊന്നും എടുക്കണില്ല, ബൈക്ക് മാത്രം ബൈക്ക് ഒപ്പിച്ചാണ് എടുക്കണം. അല്ലെ ബൈക്കൊക്കെ നമ്മൾ ഒപ്പിച്ചപ്പോൾ ഇതാണ് നമ്മൾ ചലഞ്ച് കാര്യത്തിന് വരുന്നത്. അപ്പൊ ഇത് ഫുള്ളാക്കണം, എങ്ങനെ ആക്കിയും ഫുള്ളാക്കിയേ പറ്റുള്ളൂ. ഔട്ടായി നമുക്ക് വീണ്ടും കളിച്ചാലുള്ള ഓപ്ഷനും കാര്യത്തിലുണ്ട്. അപ്പൊ മുന്നിൽ ഫുള്ളാക്കി മാത്രമേ ആ സ്ഥലത്ത് പോയാൽ ആ ഒച്ചുള്ള ഇത് കിട്ടുള്ളൂ പോലീസിന്. അത് കിട്ടിയാൽ മാത്രം നമുക്ക് പോലീസ് ട്രെയിന് നമുക്ക് ഒച്ചുണ്ടാക്കി പോകാനൊക്കെ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും ഔട്ടാവെ കളിച്ചണം. കളിച്ചിട്ട് കുഴപ്പമില്ല, പിന്നെ വന്നുകൊണ്ട് കളിച്ചതിന്റെ ചടുപ്പും കാര്യത്തിന്. അപ്പൊ എന്തായാലും ഔട്ടാവെ മാക്സിമം എല്ലാ കാര്യത്തിനും വിടുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് അത് എടുത്തേ പറ്റുള്ളൂ, എന്നാലും പോലീസ് ട്രെയിൻ ആവുള്ളൂ. നമ്മളിപ്പോ പോലീസ് വണ്ടിക്ക് അതില്ലെങ്കിൽ എന്താ ഒരുമാതിരി അല്ല, അതേപോലെ തന്നെയാണ്. അപ്പൊ എന്തായാലും നമുക്ക് പോലീസ് ട്രെയിൻ എന്തെങ്കിലും കഷ്ടപ്പെട്ട് ഇത്ര ഉണ്ടാക്കിയാൽ അപ്പൊ അതില്ലാതെ കഷ്ടപ്പെട്ടൊക്കെ നമ്മൾ വെറുതായി പോകും. അപ്പൊ എന്തായാലും നമുക്ക് അത് എന്തായാലും ഒപ്പിച്ചേ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും നമ്മൾ ഈ ചലഞ്ച് ജയിച്ചാൽ എന്തായാലും കിട്ടുന്ന ഉറപ്പാണ്. അപ്പൊ അതാണ് നമുക്ക് മാക്സിമം ചലഞ്ച് ജയിച്ചാൽ നോക്കാം. അപ്പൊ ഇവിടെ കണ്ടെയ്നറൊക്കെ കൂടെ മുകളിൽ കൂടെ കയറി, അതേപോലെ നീല കണ്ടെയ്നർ സൈഡിൽ കൂടെ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ തടസ്സം കാര്യത്തിന് അയക്കണം കണ്ടെയ്നർ. അപ്പൊ അതങ്ങനെ മുകൾക്ക് പോന്നിട്ടാണ് അതിന് വെയിറ്റ് ചെയ്തിരിക്കണേ. അപ്പൊ എന്തായാലും മുന്തി മുകൾക്ക് വയ്ക്കണം. അപ്പൊ എന്തായാലും വണ്ടി എടുത്താൽ നമുക്ക് നേരെ പോകാം. അപ്പൊ കുറച്ച് ചലഞ്ച് കാര്യത്തില്ല, നമുക്ക് നേരെ ദൂരത്ത് കാണാൻ പറ്റുന്ന എൻഡിങ് കാര്യത്തിന്. അപ്പൊ അവർക്ക് എത്തിയത് പക്ഷെ നമുക്ക് വളർത്തേക്ക് ചാടാൻ എത്തിയാൽ മതി, എങ്ങനെ എത്തിയാലും കുഴപ്പമില്ല. പറഞ്ഞാലും നമുക്ക് ചലഞ്ച് അല്ലേ, നമ്മൾ ചലഞ്ചിന്റെ രീതി മാത്രമേ ഇതെടുക്കാൻ പറ്റുള്ളൂ. അല്ലെ നമുക്ക് നേരെ താഴത്തേക്ക് ചാടിയാൽ പെട്ടെന്ന് അവർക്ക് എത്താനൊക്കെ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ അത്ര ഇതാക്കണില്ല, നമ്മൾ ചലഞ്ചിന്റെ രീതി ചലഞ്ച് കാണുന്നാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അല്ല നമ്മൾ കള്ളച്ചാലി ചെയ്തിട്ട് കിട്ടിയിട്ട് യാതൊരു കാര്യമൊന്നുമില്ല. അപ്പൊ എന്തായാലും നമ്മൾ ഏകദേശം എത്താനൊക്കെ ഇപ്പൊ കണ്ടെയ്നറുടെ മുകളിൽ നമ്മൾ നിൽക്കണം, കണ്ടെയ്നർ കറങ്ങണം, അതിന്റെ മുകളിലൊക്കെ നമ്മൾ കയറിക്കണേ. അപ്പൊ എന്തായാലും നേരെ പോകണേ നമുക്ക് ചലഞ്ച് ഫിനിഷ് ആവാനിരിക്കണം. അപ്പൊ എന്തായാലും നേരെ കത്തിച്ചു പോവാ. ആ ബോക്സിൽ ഒരു പെട്ടിക്കൂടെ അതിന്റെ ഉള്ളിലേക്ക് നമുക്ക് കയറിയില്ലേ നമ്മൾ ചലഞ്ച് ഫുള്ള് പുറത്തേക്ക് ചാടൊക്കെ പോയി എന്നുള്ളൂ. അപ്പൊ അങ്ങനെ മാക്സിമം അതിന്റെ ഉള്ളിലേക്ക് നമ്മൾ കയറാൻ നോക്കിയപ്പോൾ എല്ലാം വന്നത്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ ആ സാധനം കിട്ടണേ. അപ്പൊ നമുക്ക് കുറച്ചു നേരം വെയിറ്റ് കണ്ടിട്ട് നമുക്ക് ആ സ്ഥലത്തേക്ക് പോയിട്ട് ആ സാധനം ഈ സാധനം ഇവിടെ ഉണ്ടാകും, നമുക്ക് ആ സ്ഥലത്തേക്ക് പോയാണ്ട് എടുക്കേണ്ടി വരും. അപ്പൊ എന്തായാലും നമ്മൾ കുറച്ചൊരു വെയിറ്റ് നിന്നാൽ മാത്രമേ കിട്ടുള്ളൂ. നമുക്ക് വെയിറ്റ് ചെയ്ത് നമുക്ക് സാധനം കാര്യത്തിന് എടുക്കാം. അപ്പൊ നമ്മൾ ആ സാധനം കാര്യത്തിന് നമ്മൾ എടുത്തത് ഇതാണ്. ഇത് കുറെ സാധനം. അപ്പൊ ഇത് കുറച്ച് ഏറെ കാര്യങ്ങൾ തന്നെ എനിക്ക് തോന്നുന്നത്. ഏറെ നമുക്ക് എവിടെ ബാക്കിയുള്ളതൊക്കെ ഫിറ്റ് ചെയ്ത് അടിപൊളിയാക്കാം. അത് എടുത്താൽ നമുക്ക് പോലീസ് ട്രെയിൻ ഉണ്ടാക്കുന്ന സ്ഥലത്തൊക്കെ കാര്യത്തിന് പെട്ടെന്ന് പോവാ. അപ്പൊ നമ്മൾ അത് എടുത്തുകാൻ നമ്മളെ കാറിലും കാര്യത്തിന് വെച്ചിട്ട് അപ്പൊ നമുക്ക് നേരെ പോലീസ് ട്രെയിൻ ഉണ്ടാക്കുന്നിടത്ത് സ്ഥലത്തൊക്കെ അങ്ങനെ എത്തിക്കണേ. അപ്പൊ അതാണ് നമ്മൾ വെച്ചെല്ലാം സെറ്റപ്പ് ചെയ്ത് അടിപൊളിയാക്കി. അപ്പൊ എന്തായാലും ഇപ്പോഴാണ് പോലീസ് ട്രെയിനിൽ നിന്ന് ആൾക്കാരും പറയല്, നമ്മളും പറയല്, നമ്മൾ കണ്ടപ്പോ തന്നെ അടിപൊളി.
ആദ്യം ബ്ലാക്ക് ഫെയിനിൽ വൈറ്റ് പോലീസിന് എതിരെ രീതിയിൽ ഇപ്പോഴാണ് അടിപൊളി ലൈറ്റും കാര്യത്തിന് വെച്ച് അതേപോലെ തന്നെ മുകളിൽ പോലീസും കാര്യത്തിന് നിൽക്കുന്നുണ്ട് കുറച്ച് പോലീസ് കാർഡ്സും കാര്യത്തിന് അപ്പൊ അടിപൊളിയാണ്. അവർ ട്രെയിനിൽ പോകുമ്പോൾ നമുക്ക് റോട്ടുമൂളൊക്കെ ഓടിച്ച് കാണിച്ചിട്ട് മോൺസ്റ്റർ ട്രെയിൻ ആകുമ്പോൾ നമുക്ക് റോട്ടുമൂള കാണാൻ പറ്റാതെ ടയറും കാര്യത്തിന് ഫ്രാങ്കിൽ ഇതിന്റെ ഉള്ളിൽ അപ്പൊ ഫ്രാങ്കിലാണ് കൺട്രോൾ ഒക്കെ ചെയ്യണം. അപ്പൊ എന്തായാലും ഫ്രാങ്കിലിനെ ഓട്ടാനുള്ള കഴിവും കാര്യത്തിനുള്ള അപ്പൊ സിറ്റിയിലെ ഫ്രാങ്കിലിനെ കൊണ്ടാണ് പോലീസുകാരെ ഓട്ടിച്ചോണ്ടും കാര്യത്തിൽ. അപ്പൊ എന്തായാലും നമുക്ക് കണ്ടറിയാം എങ്ങനെയാണ് അവസ്ഥ കാര്യത്തിന്. യാതൊരു ഐഡിയ നമുക്കില്ല അങ്ങനെ ഓടുകയൊന്നുമില്ല. ഫ്രാങ്കിലെ ഓടിച്ചിട്ട് അങ്ങനെ ഓടുന്നുണ്ട്. അപ്പൊ ഫ്രാങ്കിൽ അങ്ങനെ ഓടിച്ചാനൊക്കെ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ എന്തായാലും കുഴപ്പമില്ലാതെ ഓടിച്ചു എന്ന് തോന്നുന്നു. അപ്പൊ നിങ്ങളെ അഭിപ്രായം താഴെ കമന്റ് ഒരിക്കലും മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് മോൺസ്റ്റർ ട്രെയിൻ ഇഷ്ടപ്പെട്ടാൽ താഴെ കമന്റ് ഒരിക്കലും മാർക്ക് ചെയ്ത് അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ നെക്സ്റ്റ് നല്ല ബൈ.